ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കുള്ളൂ, ഹോളിഡേ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ രാവിലത്തെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഞങ്ങളത് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഗ്രേവി ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം 3-4 ദിവസമായിട്ട് കുറച്ച് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, വെക്കേഷൻ മോഡ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും നടക്കുന്നത്. അങ്ങനത്തെ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഫുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കണം. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴത്തേക്കും എല്ലാവരും അവിടെ ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ അവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അമ്പൂന് റിജിത്ത് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. മെഹ്റു എപ്പോഴും എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നേ. ചേട്ടത്തിയും പിള്ളേരും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ പോയപ്പോൾ തന്നെ പകുതി വീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിരുന്ന് സിറ്റൗട്ടിലിരിക്കുമായിരുന്നേ. അപ്പോഴാണ് കേട്ടോ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കണം ഒച്ച കേട്ടത്. അങ്ങനെ ഉമ്മച്ചിയും പിള്ളേരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ നോക്കുമ്പോഴേക്കും ഞങ്ങളും കണ്ടു കേട്ടോ. ശരിക്കും ഇതിനെന്തൊരു പേര് മെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പടക്കത്തിന്. എനിക്ക് ശരിക്കും പേരൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തായാലും നമുക്കും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും റജീത്തിയും കൂടി ചുമ്മാ നടന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിവിടെ ഇട്ടായിരുന്നു കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതിലേ നേരെ കാണാമെങ്കിലും നമുക്കിത് ഇതിലേ പോകണം കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടി പോകുമ്പോഴത്തേക്കാണ് കേട്ടോ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുമായിരുന്നേ. അങ്ങനെ പിന്നെ അവിടെ ഡാഡിയും മമ്മിയും ടീനോജിനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. തിരിച്ചു പോന്നപ്പോഴത്തേക്കും അവർ നേരെ അകത്തിട്ട് കയറി പോയിട്ടോ. അമ്പനോട് ഹായ് പറയുമെന്ന് പറഞ്ഞിട്ട് അവന് ഹായേ പറയുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അവരും പോയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അളിയനും വന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 10:30 ആയപ്പോൾ തന്നെ അവരും പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും പോയി മൊത്തത്തിൽ വീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വെക്കേഷൻ മൂഡ് എന്ന് പറയുന്നത്. പിള്ളേരുടെ എല്ലാവരുടെയും കളിയും ബഹളവും കൂടിയൊക്കെ ആയിട്ട് നല്ലൊരു അരങ്ങ് തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും വീട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെപ്പോഴും പറയുന്നുണ്ട് വ്യൂസ് ഉണ്ട്, എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷേ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.